ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ, മറ്റു സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പിൻ്റെ ചൈതന്യം എന്ന വിഷയം നാം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന ഫിത്ർ സക്കാത്തിനെ കുറിച്ചാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കൂടുതലായി വിശദീകരിച്ച് പറയേണ്ട ഒരു വിഷയവുമല്ല. എന്നാലും അതെന്തിന് ഇസ്ലാം കൽപ്പിച്ചു, ആർക്കൊക്കെ അത് നൽകണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഫിത്ർ എന്ന വാക്കിൻ്റെ അർത്ഥം നോമ്പ് അവസാനിപ്പിക്കുക എന്നാണ്. ഫിത്ർ സക്കാത്ത്, അതുപോലെ തന്നെ ഈദുൽ ഫിത്ർ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓരോ സംഗതികളാണ്. നോമ്പ് അവസാനിച്ചിട്ട് കൊണ്ടുള്ള ഒരു ആഘോഷമാണ് നമുക്ക് ഈദുൽ ഫിത്ർ എങ്കിൽ, നോമ്പ് അവസാനിപ്പിക്കുന്ന നോമ്പിൻ്റെ അവസാനത്തിലുള്ള മറ്റൊരു കർമ്മമാണ് ഫിത്ർ സക്കാത്ത്. ആരൊക്കെയാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്നും നിവേദനം ചെയ്ത ഒരു ഹദീസ് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുകയുണ്ടായി. മുസ്ലിങ്ങളിലെ അടിമകൾ, സ്വതന്ത്രന്മാർ, പുരുഷന്മാർ, സ്ത്രീകൾ, ചെറിയവർ, വലിയവർ, എല്ലാ വിഭാഗങ്ങളുടെയും പേരിൽ ഫിത്ർ സക്കാത്ത് നൽകുന്നത് ബാധ്യതയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്കറിയാം, ആരെയും വിട്ടുപോയിട്ടില്ല. എന്ന് വെച്ചാൽ മനുഷ്യരായ മുസ്ലിമായ ഓരോ വ്യക്തിക്കും നാളത്തെ പെരുന്നാളിന് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന് അതിനുള്ള ഇത് നമ്മുടെ വീട്ടിൽ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഫിത്ർ സക്കാത്ത് നൽകിയിരിക്കണം. മറ്റന്നാളത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നാളെ പെരുന്നാൾ കഴിക്കാൻ നമ്മുടെ വീട്ടിൽ എന്ത് ബാക്കിയുണ്ടോ അതുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും, ഒരു വീട്ടിലെ ഓരോ വ്യക്തിക്കും, അത് ഇന്ന് പിറന്ന കുഞ്ഞാണെങ്കിൽ പോലും അതിന് നമ്മൾ കൃത്യമായ എല്ലാവർക്കും ഒരേ കണക്കിൽ നമ്മൾ ഫിത്ർ സക്കാത്ത് നൽകിയിരിക്കണം. നമുക്കറിയാം അതിൻ്റെ തോതൊക്കെ. ഇപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു സാഇ എന്നാണ്. ഒരു സാഇ എന്നാൽ ഏകദേശം ധാന്യവർഗ്ഗങ്ങൾ ഏകദേശം 2 കിലോ 200 ഒക്കെ തൂക്കം വരുന്ന രൂപത്തിലാണ് നമ്മൾക്ക് നൽകി വരുന്നത്. നമ്മളിവിടെ സംവിധാനമുണ്ട്, നാട്ടിലതിന് സംവിധാനമുണ്ട്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തിട്ടുള്ളതും കൽപ്പിച്ചിട്ടുള്ളതും സംഘടിതമായിട്ട് സംഘടിപ്പിക്കാനാണ്, നടത്താനാണ്. സംഘടിതമായിട്ട് പിരിക്കുകയും ഒന്നിച്ചു ചേർക്കുകയും അത് വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ഒരു സംഘടിത രൂപത്തിലുള്ള സംഗതിയാണ് ഫിത്ർ സക്കാത്തിനും സക്കാത്ത് പോലെ തന്നെ അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അത് സംഘടിതമായിട്ട് തന്നെ നൽകാൻ നമ്മൾ അതിന് ശ്രമിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലെല്ലാം ഇപ്പോൾ അതിനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ആ നിലക്ക് തന്നെ നിർവഹിക്കേണ്ടതുമാണ്. മറ്റൊന്ന്, നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത്, എവിടെയാണോ ഉള്ളത്, അവിടെയാണ് നമ്മുടെ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. സക്കാത്ത് പോലെയുള്ള ഫിത്ർ സക്കാത്ത് ഇവിടെ നമ്മളിപ്പോൾ സൗദിയിലാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. നമ്മളെ വീട്ടിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ദിവസം നമ്മൾ കെട്ടിച്ച മക്കളാണെങ്കിൽ അവർ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് നൽകുന്നത്. അവരെ കെട്ടിച്ച വീട്ടിലാണ് അവിടെയാണ് നൽകുന്നത്. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ അവിടെയാണ് ഫിത്ർ സക്കാത്ത് നമ്മൾ നൽകേണ്ടത്. പിന്നെ ഇത് ആർക്കൊക്കെ നൽകണം എന്നുള്ളതാണ്. സക്കാത്തിന്റെ അവകാശികൾക്ക് തന്നെയാണ് അതുപോലത്തെ അവകാശികൾക്ക് തന്നെയാണ് ഇത് നൽകേണ്ടത് എന്നാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഒരു ആൾ ഇതിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും 2 ഉദ്ദേശമാണ് ഈ ഫിത്ർ സക്കാത്തിന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അനാവശ്യമായ വാക്കും, അബൂദാവൂദ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ പറയുന്നു, അനാവശ്യമായ വാക്കും പ്രവൃത്തിയും മൂലം നോമ്പുകാരന് വന്നുപോയ പിഴവുകളിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കുവാനും പാവങ്ങൾക്ക് ആഹാരത്തിനുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കി എന്നുള്ളത് നമുക്കറിയാം. പെരുന്നാൾ ദിവസം ഒരാൾ പട്ടിണി കിടക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ ഈ കഴിഞ്ഞു വന്ന 30 ദിവസം എടുത്ത നോൻപിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രായശ്ചിത്തമായിട്ടുമാണ് ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ആരാണോ ആ കുടുംബനാഥൻ, അദ്ദേഹമാണ് ഫിത്ർ സക്കാത്ത് നമ്മുടെ കുട്ടികൾക്കും മക്കൾക്കും, അടിമകൾ ഏതായാലും ഈ കാലത്തില്ലെങ്കിലും
അടിമകൾക്കും അല്ലെങ്കിൽ വീട്ടിൽ മറ്റാര് ജോലിക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ നൽകേണ്ടത് അവരാണ്. ആ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് വരുന്ന മറ്റൊരു വിഷയം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു, സക്കാത്തിന്റെ കാര്യം. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നോമ്പും സക്കാത്തും. പക്ഷേ നമ്മളറിയാം, നിസ്കാരവും നോമ്പും ഹജ്ജും എല്ലാം ഉള്ള പല ആളുകളും സക്കാത്ത് നൽകുന്ന കാര്യത്തിൽ വളരെ പിറകോട്ടാണ്. ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട 5 പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത്. പക്ഷെ നോമ്പുമായി സക്കാത്തിനൊരു ബന്ധമില്ലെങ്കിലും പല ആളുകളും പുണ്യം പ്രതീക്ഷിച്ചും മറ്റും സക്കാത്ത് നൽകുന്നത് റമദാനിലാണ്, റമദാൻ മാസത്തിലാണ്. അപ്പൊ ആ നിലയ്ക്ക് ഈ ഒരു വിഷയം പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം ഇപ്പൊ പറയുന്നതിന്റെ കാരണം അതാണ്. നമ്മൾ പലപ്പോഴും പല ആളുകളും സക്കാത്ത് വിതരണം ചെയ്യുന്നത് റമദാൻ. പക്ഷേ ഇസ്ലാമിന്റെ കണക്കിൽ എന്ത് പരിപാടിയാണെങ്കിലും അതിൽ ഒരു വർഷം തികയുമ്പോഴാണ് അതിന്റെ സക്കാത്ത് നൽകേണ്ടത്. നമ്മളൊരു കച്ചവടം തുടങ്ങിയാൽ അത് എന്നാണോ വർഷം തികയുന്നത് അന്നാണ് സക്കാത്ത് നൽകേണ്ടത്. ഒരു കൃഷി നടത്തിയാൽ എന്നാണോ വിളവെടുക്കുന്നത് അന്നാ സക്കാത്ത് നൽകേണ്ടത്. ഒരു ജോലി കിട്ടിയാൽ നമുക്ക് ശമ്പളം കിട്ടി 1 വർഷം തികയുന്നോ അന്നാണ് നമ്മൾ സക്കാത്ത് നൽകേണ്ടത്. പക്ഷെ നമ്മൾ എന്നാലും പല ആളുകളും വർഷങ്ങളായിട്ട് ഈ റമദാനിൽ കൊടുത്തു വരുമ്പോൾ പലരും റമദാനിലാണ് സക്കാത്ത് നൽകി വരുന്നത്. അതിന്റെ ഒരു കാര്യം പറയാം. നമ്മൾ ഈ അത്ര പ്രാധാന്യമുള്ള ഒരു സംഗതി പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. അതിനത്ര പ്രാധാന്യം നൽകാതെ ഒരു നോമ്പിന്റെയോ അല്ലെങ്കിൽ നമസ്കാരത്തിന്റെയോ ഒന്നും അത്ര പ്രാധാന്യമില്ലാതെയാണ് പലപ്പോഴും നമ്മൾ സക്കാത്തിനെ കാണുന്നത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കാർത്ഥം വരുന്നത് വിശുദ്ധി, വർധനവ്, വളർച്ച എന്നൊക്കെയാണ്. ഇസ്ലാം അതിന് ഓരോ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. 590 ഗ്രാം വെള്ളിക്കുള്ള സമ്പത്ത് നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ ആരാണെങ്കിലും, നമുക്കറിയാം സാധാരണ നമ്മൾ പറയുന്ന വാക്കാണ്, ധനികനിൽ നിന്നും വാങ്ങി ദരിദ്രന് വിതരണം ചെയ്യേണ്ട ഒരു സംഗതിയാണ് സക്കാത്ത്. അത് ദരിദ്രന്റെ അവകാശമാണ്, ധനികന്റെ ഔദാര്യമല്ല. പക്ഷേ നമ്മൾ ധനികൻ എന്ന് പറയുമ്പോൾ ലക്ഷപ്രഭുവോ അല്ലെങ്കിൽ കോടീശ്വരനോ ആവേണ്ട ആവശ്യമില്ല. ഇസ്ലാം അതിന് കണക്ക് പറഞ്ഞു. 590 ഗ്രാം വെള്ളിക്ക് തുല്യമായ സംഖ്യ നമ്മുടെ അടുത്ത് ബാക്കിയാകുന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന വരുമാനത്തിന് നമ്മൾ സക്കാത്ത് നൽകണം. എത്രയാ നൽകേണ്ടത്? ഓരോന്നിനോരോ കണക്ക് പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ കണക്ക് കൂട്ടുന്നു 2.5%. അത് കൃഷിക്കാകുമ്പോൾ മാറും, മറ്റുള്ള സാധനങ്ങൾക്ക് മാറും. നിധി കിട്ടിയാലേ അതിന് നമ്മൾ സക്കാത്ത് നൽകുന്നത് 20% നൽകണം. പക്ഷെ നമ്മൾ നമ്മുടെ വരുമാന മാർഗമായി കാണുന്ന സംഗതികൾക്കെല്ലാം അതുപോലെ നമ്മളുടെ സ്വർണം, നമ്മുടെ എന്ത് സമ്പാദ്യമുണ്ടോ അതെല്ലാം നൽകുന്നത് 2.5%. പലപ്പോഴും നമ്മൾ പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ചിലവ് കഴിഞ്ഞിട്ടുള്ള ബാക്കി സംഖ്യക്ക് സക്കാത്ത് നൽകേണ്ടതെന്നാ. ചിലവ് കഴിഞ്ഞ് ബാക്കി നമ്മുടെ അടുത്ത് ഇത്ര സംഖ്യ ബാക്കിയാകുന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ സംഖ്യക്ക് സക്കാത്ത് നൽകേണ്ടത്. നമുക്കറിയാം, കാരണം നമ്മൾ ഈ 2.5% സക്കാത്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ പണം ശുദ്ധമാകുന്നുള്ളൂ. ബാക്കി 97.5% നമ്മുടെ സമ്പത്തും ശുദ്ധമാവണമെങ്കിൽ നമ്മൾ ഈ 2.5% സക്കാത്ത് അതിൽ നിന്ന് നൽകിയിരിക്കണം. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുന്ന പണം നമുക്ക് ശുദ്ധമാവണ്ടേ? ചെലവിന് നമ്മൾ ഉപയോഗിക്കുന്ന പണം ശുദ്ധമാകണ്ടേ? ഈ പണം ഏത് ശുദ്ധമാകണമെങ്കിലും നമ്മൾ 2.5% അതിൽ നിന്നും നിർബന്ധമായിട്ടും സക്കാത്ത് നൽകിയാൽ മാത്രമേ ആ പണം ശുദ്ധമാവുകയുള്ളൂ. അപ്പോൾ ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു സംഗതി, ശമ്പളം കിട്ടി അത് 1 വർഷം തികഞ്ഞ് സക്കാത്ത് കൊടുക്കാൻ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പൈസ ഇല്ലാതെ വരുന്നു. നമ്മൾ ഒരു മാസത്തിൽ ശമ്പളം കിട്ടുമ്പോൾ 1000 റിയാൽ ശമ്പളം കിട്ടുന്ന ഒരാൾ വെറും 25 റിയാലാണ് അതിൽ നിന്ന് മാറ്റിവെക്കേണ്ടത്. സക്കാത്ത് ഫണ്ടിലേക്ക്, സക്കാത്തിലേക്കായിട്ട് മാറ്റിവെക്കേണ്ടത് വെറും 25 റിയാൽ. നമുക്കറിയാം, അപ്പോൾ 2000 റിയാൽ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് 50 റിയാൽ മാറ്റിവെക്കുക എന്ന വലിയ സംഗതിയല്ല. മാസാമാസം നമ്മളത് മാറ്റിവെക്കുകയാണെങ്കിൽ 1 വർഷത്തിൽ നമുക്ക് സക്കാത്ത് കൊടുക്കാൻ ഒരു പണിയും ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ സജീവ പ്രവർത്തകനായിരിക്കാം, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷേ ഈ കാര്യത്തിൽ പല ആളുകളും വളരെ പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സക്കാത്തിന്റെ അവകാശികൾ, നമുക്കറിയാം ഇതും സംഘടിതമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഇത് സംഘടിതമായി ഒരു കമ്മിറ്റിക്കാണ് നമ്മൾ നൽകേണ്ടത്. പല പണ്ഡിതന്മാരും അഭിപ്രായം പറഞ്ഞു, നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് പരമാവധി ചിലവാക്കാൻ പറ്റുന്ന സംഖ്യ ഈ സക്കാത്തിന്റെ നമ്മുടെ ഫണ്ടിന്റെ 1/3. പലപ്പോഴും നമ്മൾ കമ്മിറ്റിക്ക് കൊടുത്താൽ നമ്മൾ ചില അടുത്ത ബന്ധുക്കൾക്ക് എന്തെങ്കിലും സക്കാത്തിന്റെ അവകാശങ്ങൾ കൊടുക്കാണെങ്കിൽ തന്നെ പണ്ഡിതാഭിപ്രായം വന്നത് 1/3 മാത്രമാണ് നമുക്ക് ചിലവാക്കാൻ അവകാശപ്പെട്ട് ബാക്കി നമ്മൾ ഈ കമ്മിറ്റിക്ക് നൽകുകയാ വേണ്ടത്. സക്കാത്തിന്റെ അവകാശികളെ നോക്കുമ്പോൾ നമുക്കറിയാം 8 അവകാശികളാണ് സക്കാത്തിന് പറഞ്ഞത്. നമ്മൾ സാധാരണ പാവപ്പെട്ടവർ എന്ന ഒരു ഗണത്തിൽ സക്കാത്ത് നൽകി വരുന്നു. പാവപ്പെട്ടവരെന്ന ഒരു ഗണം മാത്രമേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൾ. ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞു 9-ാമത്തെ സൂറത്തിൽ 60-ാമത്തെ ആയത്ത്. അത് ആരൊക്കെ പറഞ്ഞത്? 1 ഫക്കീർ, 2 മിസ്കീന് എന്ന് വെച്ചാൽ ദരിദ്രർ, അഗതികൾ, അതുപോലെ തന്നെ സക്കാത്തിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർ,
നാലാമത് ഇസ്ലാമുമായി മനസ്സ് ഇണക്കപ്പെട്ടവർ, അഞ്ചാമത് അടിമകളുടെ മോചനത്തിന് 6 കടം കൊണ്ട് വിഷമിക്കുന്നവർ, 7 അള്ളാഹുവിന്റെ മാർഗത്തിൽ 8 വഴിപോക്കർ. ഈ 8 വിഭാഗത്തിനാ സക്കാത്ത് നൽകേണ്ടത്. നമ്മൾ എത്ര ആളുകൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്? നമ്മൾ സക്കാത്ത് നൽകുന്നു പെൺകുട്ടികളെ കെട്ടിച്ചാൻ, വീട് നിർമ്മിക്കാൻ. നമ്മൾ ചിന്തിക്കണം, ഇത് നമ്മുടെ പരിധിയിൽപ്പെടുന്ന ഈ സക്കാത്തിന്റെ, അത് നമ്മൾ സദക്കയായിട്ട് നമുക്ക് നൽകാം. ഏത് സംഗതിയിലേക്കും നമ്മൾ കൊടുക്കേണ്ടെന്ന് വെക്കണ്ട. സക്കാത്ത് ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇത്ര ശതമാനം അത് ഇന്നതിനാ നൽകേണ്ടത്, അല്ലെങ്കിൽ കമ്മിറ്റിക്കാ നൽകേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെൺമക്കളെ കെട്ടിക്കാൻ നമ്മൾ ഈ സക്കാത്ത് നമ്മൾ നൽകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇതിൽ ആ ആളുകൾ ഇതിന്റെ അവകാശികളാണോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ഒരു കല്യാണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നബിയുടെ കാലത്തൊക്കെ കല്യാണം നടത്തുന്നതിനൊക്കെ സഹായിച്ചത് ആണുങ്ങളെയാണ്. മഹർ വാങ്ങാനാണ്, കല്യാണ ചെലവ് നടത്താനാ, പെൺകുട്ടികളെ കെട്ടിക്കാനല്ല. കെട്ടിക്കുന്നതിലേക്ക് നൽകണ്ട, കൊടുക്കണ്ട എന്നല്ല. ഈ കാലത്തിന്റെ ഇതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അത് സക്കാത്ത് ഫണ്ടിൽ നിന്നല്ല പോകേണ്ടത്. സക്കാത്ത് ഫണ്ടിന് കൃത്യമായിട്ട് ഈ അവകാശികളെ പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോ 1-2 വിഭാഗങ്ങൾ, അടിമകളെ സഹായിക്കുക, അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിലവിലില്ല. എന്നാൽ തന്നെ ഒരുപാട് വകുപ്പുകൾ അതിനുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ റമദാനിൽ കൂടുതൽ പുണ്യം നേടാൻ ശ്രദ്ധിക്കുന്ന ഈ സമയത്ത് ഇത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നാളെ നമ്മളെ എല്ലാവരെയും പടച്ചവൻ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.